പിന്നെ നമ്മളൊരു കേക്ക് ഉണ്ടാക്കിയല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചാൽ മാത്രം പോരല്ലോ, നമുക്ക് അതിനുള്ള സാധനങ്ങളും അങ്ങനെ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസിന് ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ പിന്നെ വേറെ വഴിയില്ല. അങ്ങനെ നമ്മൾ തൊട്ടടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. എന്നിട്ട് നേരെ വീട്ടിൽ വന്ന് നമ്മൾ പണി നമ്മൾ എയർ ഫ്രയറിലാണ് കേട്ടോ ഈ കേക്ക് ഉണ്ടാക്കണം. നമ്മുടെ കേക്കിൽ മെയിൻ ആയിട്ടാണ് മുട്ട. നമ്മൾ 2 മുട്ട പൊട്ടിച്ചു. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഷുഗർ ആഡ് ചെയ്യുക. ഞാനിവിടെ ആക്ച്വലി ഒരു 5 ടീസ്പൂൺ ഷുഗറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുക. കുറച്ച് മൈദയും ബേക്കിംഗ് സോഡയും മിക്സ് ചെയ്ത് അരിച്ചെടുത്തു. പിന്നെ അരിച്ചെടുക്കുമ്പോൾ ഇതുപോലെ കളയാണ്ട് നോക്കിക്കോളൂ കേട്ടോ. അങ്ങനെ നമ്മൾ അരിച്ചെടുത്ത ഈ പൗഡർ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ബാറ്ററിൽ 2 തവണയായിട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്യും. നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിൽ മെയിൻ ആയിട്ടാണ് മിക്സ് ചെയ്തെടുക്കൽ. മിക്സ് ചെയ്ത് കൈയൊരു പരിവോ, അതുകൊണ്ട് തന്നെ പാതി മിക്സിങ് മെഡ്വിനാ ചെയ്തത്. പിന്നെ നമ്മൾ കുറച്ച് മിൽക്ക് ആഡ് ചെയ്തു. പിന്നെ ഒരു ഫ്ലേവറിന് നമ്മുടെ വാനില എക്സ്ട്രാക്ട്. കേക്ക് ബേക്ക് ചെയ്യുന്ന ബൗളൊന്നും എൻ്റെ ഇല്ല, അതുകൊണ്ട് നമ്മൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ആ ബൗളിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ച് അതിന്റെ മേലെ ബട്ടർ സ്പ്രെഡ്, എന്നിട്ട് ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ച് നമ്മൾ എയർ ഫ്രയറിൽ കയറ്റി 160 ഡിഗ്രിയിൽ ഒരു 35 to 40 മിനിറ്റ്സ് വരെ എയർ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 40 മിനിറ്റ് കഴിഞ്ഞ് നോക്കി നമ്മുടെ കേക്ക് റെഡി. സംഭവം വെന്തിട്ടൊക്കെ ഉണ്ട്, പക്ഷെ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടായില്ല. ലുക്കിലല്ലോ വർക്കിലല്ലേ കാര്യം. നമുക്ക് വലിയ ക്ഷമയില്ലാത്തതുകൊണ്ട് നമ്മൾ വേഗം ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റി ഒരു പീസ് മുറിച്ച് അങ്ങ് കഴിച്ചു നോക്കി. കുറച്ച് മധുരം കുറവായിരുന്നു എന്നത് മാറ്റി വെച്ചു. സംഭവം കൊള്ളായിരുന്നു. ഇവിടെ പിന്നെ ആർക്കും മധുരം വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കേക്ക് വേഗം തീരും ചെയ്തു.